1991 മെയ് 21 ഇന്ത്യൻ ചരിത്രത്തിന് ഒരിക്കലും മായ്ക്കാനാവാത്ത രക്തക്കറ വീണ രാത്രി. രാജ്യം മുഴുവൻ തിരഞ്ഞെടുപ്പ് തിരക്കിലായിരുന്നു. പക്ഷേ ആ ആവേശങ്ങൾക്കിടയിൽ കടലിനക്കരെ ശ്രീലങ്കയിലെ നിബിഡ വനങ്ങളിൽ ഒരു നിശബ്ദ ഗൂഢാലോചന അതിൻ്റെ അവസാന ഘട്ടത്തോടടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. പെട്ടെന്നൊരു സ്ഫോടനം, പിന്നാലെ പുകയും നിലവിളികളും രക്തവും ശ്വാസമടക്കിയ നിശബ്ദതയും. ലോകത്തിലെ തന്നെ ഏറ്റവും കരുത്തനായ നേതാക്കളിൽ ഒരാളായ രാജീവ് ഗാന്ധിയുടെ ജീവൻ സൗമ്യമായ മുഖഭാവമുള്ള ഒരു പെൺകുട്ടി ഇത്ര ക്രൂരമായി കവർന്നെടുക്കുമെന്ന് ആരും കരുതിയില്ല. പക്ഷേ ആ ചോദ്യം ഇന്നും ബാക്കിയാണ്. എവിടെയാണ് സുരക്ഷാ ഏജൻസികൾക്ക് പിഴച്ചത്? മരണത്തിൻ്റെ മുഖമായി വന്ന ആ ചിരിക്കുന്ന മുഖം ആരുടേതായിരുന്നു? 1948 ബ്രിട്ടീഷുകാരിൽ നിന്ന് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ ശ്രീലങ്ക എന്ന കൊച്ചു രാജ്യം ഒരു അഗ്നിപർവ്വതത്തിന് മുകളിലായിരുന്നു. വടക്കൻ ഭാഗങ്ങളിൽ തമിഴ് വംശജരായിരുന്നു ഭൂരിപക്ഷം. ബാക്കിയുള്ള മേഖലകളിൽ ബുദ്ധമതക്കാരായ സിംഹളരും. രാജീവ് ഗാന്ധിയുടെ വധം വെറുമൊരു കൊലപാതകമല്ല, അത് പതിറ്റാണ്ടുകളായി ഈ രണ്ട് വിഭാഗങ്ങൾക്കിടയിൽ പുകഞ്ഞുകൊണ്ടിരുന്ന പകയുടെ പരിസമാപ്തിയായിരുന്നു. ബ്രിട്ടീഷ് ഭരണകാലത്ത് തമിഴ്നാട്ടിൽ നിന്ന് തേയിലത്തോട്ടങ്ങളിൽ ജോലി ചെയ്യാനായി ആയിരക്കണക്കിന് തമിഴരെ ശ്രീലങ്കയിലേക്ക് കൊണ്ടുപോയിരുന്നു. ഇവരെ ഇന്ത്യൻ തമിഴ് എന്ന് വിളിച്ചു. അവിടെ നേരത്തെ ഉണ്ടായിരുന്നവരെ ശ്രീലങ്കൻ തമിഴെന്നും. ജനസംഖ്യയിൽ വെറും 23% മാത്രമായിരുന്നു ഇവർ. ബുദ്ധമതക്കാരുടെ ജനസംഖ്യ 70%. സ്വാതന്ത്ര്യം കിട്ടിയതോടെ സിംഹള സർക്കാർ ഭൂരിപക്ഷ വർഗീയതയുടെ കാർഡിറക്കി. തമിഴർ തങ്ങളെ കീഴടക്കുമോ എന്ന ഭയത്താൽ അവരുടെ വോട്ടവകാശം റദ്ദാക്കി. സിംഹള ഓൺലി നിയമത്തിലൂടെ ഇംഗ്ലീഷിന് പകരം സിംഹള ഭാഷ അടിച്ചേൽപ്പിച്ചു. സർക്കാർ ജോലികളിലും വിദ്യാഭ്യാസത്തിലും തമിഴരെ പാർശ്വവൽക്കരിച്ചു. ഒടുവിൽ 1972 ബുദ്ധമതത്തെ രാജ്യത്തിൻ്റെ ഔദ്യോഗിക മതമാക്കി. തമിഴർക്ക് അവിടെ നാട്ടിൽ അന്യരായി ജീവിക്കേണ്ടി വന്നു. അനീതിക്കെതിരെ ശബ്ദമുയർത്തിയ തമിഴരെ ശ്രീലങ്കൻ സൈന്യം ക്രൂരമായി നേരിട്ടു. കൊലപാതകങ്ങളും ബലാത്സംഗങ്ങളും നിത്യസംഭവമായി. ഈ ചോരപ്പുഴയിൽ നിന്നാണ് വേലിപ്പിള്ള പ്രഭാകരൻ എന്ന വിപ്ലവകാരി ഉയർന്നുവരുന്നത്. ശ്രീലങ്കയുടെ വടക്കൻ മേഖലയെ വിഭജിച്ച് ഒരു സ്വതന്ത്ര തമിഴ് രാജ്യം സ്ഥാപിക്കാൻ അദ്ദേഹം LTT എന്ന സംഘടന രൂപീകരിച്ചു. തമിഴ് മേഖലയ്ക്കായി പ്രഭാകരനും സിംഹള മേഖലയ്ക്കായി ശ്രീലങ്കൻ സൈന്യവും നേർക്കുനേർ പോരാടി. ആഭ്യന്തര യുദ്ധം ആളിപ്പടർന്നു. ഇന്ദിരാഗാന്ധിയുടെ വധത്തിന് ശേഷം വെറും 40-ാം വയസ്സിൽ പ്രധാനമന്ത്രിയായ രാജീവ് ഗാന്ധിക്ക് ഈ പ്രശ്നത്തിൽ ഇടപെടേണ്ടി വന്നു. തമിഴ് ജനതയുടെ ദുരിതം കണ്ട അദ്ദേഹം ഭക്ഷണവും മരുന്നും അയച്ചെങ്കിലും ശ്രീലങ്കൻ നാവികസേന അവ തടഞ്ഞു. ഇതോടെ രാജീവ് ഗാന്ധി കടുത്ത തീരുമാനമെടുത്തു. 1987 ജൂൺ 4 ഇന്ത്യൻ വ്യോമസേനയുടെ 5 വിമാനങ്ങൾ 4 മിറാജ് യുദ്ധവിമാനങ്ങളുടെ അകമ്പടിയോടെ ശ്രീലങ്കൻ ആകാശത്ത് പ്രത്യക്ഷപ്പെട്ടു. ഓപ്പറേഷൻ പൂമലൈ വഴി 25 ടൺ സഹായം താഴേക്ക് വർഷിച്ചു. ഇത് ശ്രീലങ്കയ്ക്ക് നൽകിയ വ്യക്തമായ താക്കീതായിരുന്നു. 1987 ജൂലൈ 29 രാജീവ് ഗാന്ധിയും ശ്രീലങ്കൻ പ്രസിഡന്റ് ജയവർദ്ധനയും ചരിത്രപ്രധാനമായ സമാധാന കരാറിൽ ഒപ്പുവെച്ചു. തമിഴർക്ക് അവകാശം നൽകാം, പകരം LTT ആയുധം വെച്ച് കീഴടങ്ങണം. പ്രഭാകരനെ ഡൽഹിയിൽ വിളിച്ചു വരുത്തി രാജീവ് ഗാന്ധി ഇതിന് സമ്മതിപ്പിച്ചു. പക്ഷേ വിധി മറ്റൊന്നായിരുന്നു. കൊളംബോയിൽ പൊട്ടിപ്പുറപ്പെട്ട കലാപം അടിച്ചമർത്താൻ ജയവർദ്ധനെ ഇന്ത്യൻ സഹായം ചോദിച്ചു. ഇന്ത്യൻ പീസ് കീപ്പിംഗ് ഫോഴ്സ് ശ്രീലങ്കയിലെത്തി. ലളിതമായി പറഞ്ഞാൽ സ്വന്തം സൈന്യത്തെ കൊളംബോയിലേക്ക് മാറ്റാൻ ജയവർദ്ധനെ LTTക്ക് മുന്നിൽ കവചമായി നിർത്തി. ഒരേ വംശത്തിൽപ്പെട്ട ഇന്ത്യൻ തമിഴർക്കെതിരെ ഇന്ത്യൻ സൈന്യത്തിന് പോരാടേണ്ടി വന്നു. 1988 പ്രേമദാസ ശ്രീലങ്കൻ പ്രസിഡന്റായി. അദ്ദേഹം അവിശ്വസനീയമായ ഒരു നീക്കം നടത്തി. ശത്രുവായ LTTEയുമായി കൈകോർത്തു. IPKFനെ പുറത്താക്കാൻ പ്രഭാകരനും പ്രേമദാസിയും ഒന്നിച്ചു. ഇതേസമയം ഇന്ത്യയിൽ VP സിംഗ് അധികാരത്തിൽ വരികയും 1990 IPKFനെ തിരികെ വിളിക്കുകയും ചെയ്തു. 1248 ഇന്ത്യൻ സൈനികരുടെ ജീവനും കോടിക്കണക്കിന് രൂപയും ആ മണ്ണിൽ നഷ്ടമായി. 1991 രാജീവ് ഗാന്ധി വീണ്ടും തിരഞ്ഞെടുപ്പിനെ നേരിട്ടു. ഒരു പത്രസമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞു, അധികാരത്തിൽ വന്നാൽ IPKFനെ വീണ്ടും ശ്രീലങ്കയിലേക്ക് അയക്കും.
ഈ വാർത്ത റേഡിയോയിലൂടെ കേട്ട പ്രഭാകരൻ ഒരു കാര്യം ഭയപ്പെട്ടിരുന്നു. രാജീവ് ഗാന്ധി വീണ്ടും അധികാരത്തിൽ വന്നാൽ ഇന്ത്യൻ സമാധാന സേനയെ വീണ്ടും ശ്രീലങ്കയിലേക്ക് അയക്കും. 80കളിൽ ഇന്ത്യൻ സൈന്യം ലങ്കയിലുണ്ടായിരുന്നപ്പോൾ LTTEക്ക് വൻ നാശനഷ്ടങ്ങൾ സംഭവിച്ചിരുന്നു. ആ ചരിത്രം ആവർത്തിക്കാൻ പ്രഭാകരൻ ആഗ്രഹിച്ചില്ല. അദ്ദേഹം തൻ്റെ ഏറ്റവും വിശ്വസ്തനായ ശിവരാശനെ അഥവാ വൺ-ഐഡ് ജാക്കിനെ വിളിച്ചു. രഘുവരൻ എന്ന യഥാർത്ഥ പേരുള്ള ശിവരാശൻ തന്ത്രശാലിയായിരുന്നു. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സുരക്ഷയുള്ള വ്യക്തിയെ വധിക്കുക എന്നത് അസാധ്യമായ ദൗത്യമാണെന്ന് അയാൾക്കറിയാമായിരുന്നു. അതുകൊണ്ട് അയാൾ ആയുധങ്ങൾക്ക് പകരം വഞ്ചനയെ ഒരു തന്ത്രമായി തിരഞ്ഞെടുത്തു. രാജീവ് ഗാന്ധിയെ കൊല്ലാൻ തോക്കോ സ്നൈപ്പറോ ഉപയോഗിക്കേണ്ടെന്ന് ശിവരാശൻ തീരുമാനിച്ചു. പകരം ഒരു മനുഷ്യ ബോംബ്. ഇന്ത്യൻ സംസ്കാരത്തിൽ സ്ത്രീകൾക്ക് നൽകുന്ന ബഹുമാനവും രാഷ്ട്രീയ നേതാക്കളുടെ പാദം തൊട്ട് വന്ദിക്കുന്ന രീതിയും അയാൾ തൻ്റെ ആയുധമാക്കി. സ്ത്രീകൾക്ക് നേരെ കടുത്ത സുരക്ഷാ പരിശോധനകൾ ഉണ്ടാകില്ലെന്ന് അയാൾക്കുറപ്പായിരുന്നു. അങ്ങനെ ആ ഗൂഢാലോചന പൂർത്തിയായി. തമിഴ്നാടിൻ്റെ തീരത്ത് ഒരു ബോട്ട് നിശബ്ദമായി അടുക്കുന്നു. ഒരു കൂട്ടം ആളുകൾ ഇറങ്ങുന്നു. അവരുടെ മുഖത്ത് നിഗൂഢമായ ഒരു നിശബ്ദതയുണ്ടായിരുന്നു. സാധാരണ അഭയാർത്ഥികൾക്കിടയിൽ അവർ ലയിച്ചു ചേർന്നു. അവരുടെ ഒരേയൊരു ലക്ഷ്യം രാജീവ് ഗാന്ധിയുടെ അന്ത്യമായിരുന്നു. പിടിക്കപ്പെടാതിരിക്കാൻ അവർ ഓരോ ചുവടും അതീവ ജാഗ്രതയോടെയാണ് വെച്ചത്. ഒരു ചെറിയ പിഴവ് പോലും തങ്ങളുടെ ദൗത്യം തകർക്കുമെന്ന വ്യക്തമായ ധാരണയുണ്ടായിരുന്നു. ചെന്നൈയിൽ താവളമുറച്ച സംഘം പതുക്കെ പ്രാദേശിക സഹായം തേടാൻ തുടങ്ങി. തമിഴ്നാട് സ്വദേശിനിയായ നളിനിയെ അവർ തങ്ങളുടെ വലയിലാക്കി. താൻ വീഴാൻ പോകുന്നത് എത്ര വലിയൊരു ചതിക്കുഴിയിലാണെന്ന് പാവം നളിനി അറിഞ്ഞതേയില്ല. സ്ഫോടന സാമഗ്രികൾ ഒന്നൊന്നായി അവിടെ എത്തിത്തുടങ്ങി. ഗൂഢാലോചന അതിൻ്റെ 2ാം ഘട്ടത്തിലേക്ക് കടക്കുകയായിരുന്നു. ശിവരാശൻ തൻ്റെ ടീമിനെ സജ്ജമാക്കി കഴിഞ്ഞു. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കണ്ണി ധനു എന്ന പെൺകുട്ടിയായിരുന്നു. LTTEയുടെ കടുത്ത അനുഭാവിയായിരുന്ന അവളിൽ പക കനലായി എരിയുന്നുണ്ടായിരുന്നു. അവളെ ഒരു മനുഷ്യ ബോംബാക്കി മാറ്റാൻ ശിവരാശൻ തീരുമാനിച്ചു. അവൾക്ക് പിന്തുണ വഹിച്ച് ശുഭയും. എന്നാൽ ബോംബ് എങ്ങനെ ഒളിപ്പിച്ചു വെക്കുമെന്നതും സുരക്ഷാ പരിശോധനകളിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടുമെന്നതുമായിരുന്നു ഏറ്റവും വലിയ വെല്ലുവിളി. പതിവ് പരിശോധനകളിൽ പെടാതിരിക്കാൻ അവരൊരു പ്രത്യേക മാർഗം കണ്ടെത്തി. ബോംബ് ഒളിപ്പിക്കാനായി ഒരു ഡെനിം ബെൽറ്റ് ഡിസൈൻ ചെയ്തു. ഇതൊരു സാധാരണ ബെൽറ്റ് അല്ലായിരുന്നു. അതിൽ 6 ഗ്രനേഡുകൾ ഘടിപ്പിച്ചിരുന്നു. ഓരോ ഗ്രനേഡിലും 80 ഗ്രാം വീതം RDX നിറച്ചു. ഇരുമ്പിനെ പോലും മെഴുകുപോലെ ഉരുക്കാൻ ശേഷിയുള്ള പ്രഹാരശേഷിയായിരുന്നു ആ സ്ഫോടക വസ്തുവിന്. അതിനെ കൂടുതൽ മാരകമാക്കാൻ 2 മില്ലിമീറ്റർ വലിപ്പമുള്ള ആയിരക്കണക്കിന് ചെറിയ ഇരുമ്പ് ഗുളികകൾ അതിൽ നിറച്ചു. സ്ഫോടനം നടക്കുമ്പോൾ ഈ ഇരുമ്പ് ചില്ലുകൾ വെടിയുണ്ടയുടെ വേഗത്തിൽ ചുറ്റുമുള്ളവരുടെ ശരീരത്തിൽ തുളച്ചു കയറണം. അതായിരുന്നു അവരുടെ ലക്ഷ്യം. രാജീവ് ഗാന്ധിയെ കൊല്ലുന്നതിനു മുൻപ് ശിവരാശൻ ഒരു റിഹേഴ്സൽ തന്നെ നടത്തി. 1991 മെയ് 7 നടന്ന VP സിംഗിൻ്റെ റാലിയിൽ ഈ സംഘം പങ്കെടുത്തു. അവിടെ വെച്ച് ധനു VP സിംഗിൻ്റെ പാദം തൊട്ടു വന്ദിച്ചു. നേതാക്കളുടെ അടുത്തേക്ക് പോകുന്ന സ്ത്രീകളെ സുരക്ഷാ ഉദ്യോഗസ്ഥർ തടയുന്നില്ലെന്ന് ശിവരാശൻ അവിടെ വെച്ച് കൃത്യമായി നിരീക്ഷിച്ചു. അതായിരുന്നു അവരുടെ ഏറ്റവും വലിയ വിജയം. സുരക്ഷാ ക്രമീകരണങ്ങളിലെ ആ വിടവ് അവർ കണ്ടെത്തിക്കഴിഞ്ഞു. ഇനി മെയ് 21 രാജീവ് ഗാന്ധി തമിഴ്നാട്ടിലെത്തുന്നതിനായുള്ള കാത്തിരിപ്പാണ്. ദിവസം അടുത്തുവരും തോറും ശിവരാശന്റെ പരിഭ്രമം വർദ്ധിച്ചു. ആശയവിനിമയം പരമാവധി കുറയ്ക്കാൻ അയാൾ തന്റെ ടീമിന് കർശന നിർദ്ദേശം നൽകി. അതേസമയം ഡൽഹിയിൽ രാജീവ് ഗാന്ധി തന്റെ തിരക്കേറിയ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിലായിരുന്നു. അദ്ദേഹത്തിന്റെ ജീവന് അപകടമുണ്ടെന്ന് രഹസ്യാന്വേഷണ ഏജൻസികൾ ആവർത്തിച്ച് മുന്നറിയിപ്പ് നൽകിയിരുന്നു. പക്ഷേ രാജീവ് ഗാന്ധി ജനങ്ങളുടെ നേതാവായിരുന്നു. അവർക്കിടയിൽ ഇറങ്ങിച്ചെല്ലാനും ഹസ്തദാനം നൽകാനും അദ്ദേഹം ആഗ്രഹിച്ചു. തന്നെ ചുറ്റിയുള്ള സുരക്ഷാവലയം ഒരു കൂട്ടിലാക്കപ്പെട്ടതുപോലെയാണ് അദ്ദേഹത്തിന് തോന്നിയത്. പലപ്പോഴും അദ്ദേഹം അത് തകർക്കാൻ ശ്രമിച്ചു. എന്നാൽ ശിവരാശൻ ചൂഷണം ചെയ്യാൻ കാത്തിരുന്നതും ഈയൊരു സ്വഭാവത്തെയായിരുന്നു. 1991 മെയ് 21 പുലരി വിരിഞ്ഞത് പുതിയ പ്രതീക്ഷകളുടെയായിരുന്നു. പക്ഷേ ആ സൂര്യൻ അസ്തമിക്കുമ്പോൾ ഒരു കാലഘട്ടത്തിന് തന്നെ അന്ത്യമാകുമെന്ന് ആരും കരുതിയില്ല. അന്ന് വിശാഖപട്ടണത്തു നിന്നും ചെന്നൈയിലേക്ക് വിമാനം പറക്കേണ്ടതായിരുന്നു. പക്ഷേ വിധി പോലെ വിമാനത്തിന് സാങ്കേതിക തകരാറ് സംഭവിച്ചു. അന്ന് ആ വിമാനം ശരിയാക്കപ്പെട്ടിരുന്നില്ലെങ്കിൽ ചരിത്രം ഒരുപക്ഷെ മറ്റൊന്നാകുമായിരുന്നു. തകരാറിലായ വിമാനം മിനിറ്റുകൾക്കുള്ളിൽ ശരിയാക്കപ്പെട്ടു.
രാജീവ് ഗാന്ധി ചെന്നൈയിലേക്ക് പറന്നു. അപ്പുറത്ത് ചെന്നൈയിൽ ശിവരാശനും ധനുവും ശുഭയും മരണത്തിന്റെ അവസാന വട്ട ഒരുക്കത്തിലായിരുന്നു. തന്റെ കുർത്തയ്ക്കടിയിൽ ധനു ആ മരണക്കണി മുറുക്കിക്കഴിഞ്ഞു. പുറമെ ആർക്കും സംശയം തോന്നാത്ത വിധം ഓറഞ്ച് പച്ച നിറങ്ങളുള്ള സൽവാർ കമ്മീസ് അവൾ അണിഞ്ഞു. താനൊരു സുരക്ഷാ ഭീഷണിയാണെന്ന് ആരും കരുതാതിരിക്കാൻ ഒരു കണ്ണട കൂടി വെച്ച് പഠിപ്പുള്ളൊരു പാവം പെൺകുട്ടിയുടെ വേഷം അവൾ പൂർത്തിയാക്കി. ശിവരാശൻ പത്രവർത്തകനായി കൂടെ ഹരിബാബു എന്ന ഫോട്ടോഗ്രാഫറെയും കൂട്ടി. തന്റെ മരണം തന്നെയാണ് താൻ ഇന്ന് പകർത്താൻ പോകുന്നതെന്ന് ആ പാവം ഹരിബാബു അറിഞ്ഞിരുന്നില്ല. വൈകുന്നേരമായപ്പോഴേക്കും ആ സംഘം മുഴുവൻ ശ്രീപെരുമ്പത്തൂരിലേക്കുള്ള ബസ്സിൽ കയറി. ശ്രീപെരുമ്പത്തൂരിലേക്കുള്ള ബസ്സിലിരിക്കുമ്പോൾ ധനു അങ്ങേയറ്റം ശാന്തയായിരുന്നു. തന്റെ ശരീരം നിമിഷങ്ങൾക്കുള്ളിൽ ചിതറിപ്പോകുമെന്ന ഭയം ആ മുഖത്ത് നിഴലിച്ചതേയില്ല. തന്റെ ഏറ്റവും വലിയ ശത്രുവെന്നവർ വിശ്വസിച്ച മനുഷ്യനെ തന്നോടൊപ്പം കൊണ്ടുപോകാൻ അവൾ മാനസികമായി തയ്യാറെടുത്തു കഴിഞ്ഞു. മെയ് 21 വൈകുന്നേരം ശ്രീപെരുമ്പത്തൂരിൽ അസഹനീയമായ ചൂടും ഈർപ്പവും നിറഞ്ഞ കാലാവസ്ഥയായിരുന്നു. ചെന്നൈയിൽ നിന്ന് 40 കിലോമീറ്റർ അകലെയുള്ള പഴയ ക്ഷേത്രമൈതാനം ജനസമുദ്രമായി മാറി. സ്റ്റേജിൽ നിന്നും ദേശഭക്തി ഗാനങ്ങൾ മുഴങ്ങുന്നുണ്ടായിരുന്നു. എന്നാൽ ആ ആൾക്കൂട്ടത്തിനിടയിൽ വിനാശം മാത്രം ലക്ഷ്യമിട്ട് വന്നവരുമുണ്ടായിരുന്നു. ശിവരാശനും സംഘവും അവിടെ എത്തിച്ചേർന്നു. സുരക്ഷാ ക്രമീകരണങ്ങൾ വളരെ അയഞ്ഞതാണെന്ന് അവർ ശ്രദ്ധിച്ചു. അക്കാലത്ത് മെറ്റൽ ഡിറ്റക്ടറുകൾ അത്ര സാധാരണമായിരുന്നില്ല. ജനക്കൂട്ടത്തെ നിയന്ത്രിക്കാൻ വെറും കയറുകൾ മാത്രമാണ് ഉപയോഗിച്ചിരുന്നത്. സ്ത്രീകൾക്കായി പ്രത്യേക വിഭാഗം തിരിച്ചിരുന്നു. ഇത് രാജീവ് ഗാന്ധി നടന്നു പോകേണ്ട വഴിയിലേക്ക് നേരിട്ട് പ്രവേശിക്കാൻ അവർക്ക് അവസരമൊരുക്കി. ഇത് കണ്ടപ്പോൾ ശിവരാശന്റെ കണ്ണുകളിൽ ഒരു തിളക്കം വിരിഞ്ഞു. എല്ലാം അവന്റെ പദ്ധതി പ്രകാരം തന്നെയാണ് നടക്കുന്നത്. സമയം രാത്രി 10 മണിയോടടുത്തിരുന്നു. രാജീവ് ഗാന്ധിയുടെ വാഹനവ്യൂഹം ശ്രീപെരുമ്പത്തൂരിലേക്ക് നീങ്ങുകയായിരുന്നു. യാത്രാമധ്യേ പലയിടങ്ങളിലും ആളുകൾ അദ്ദേഹത്തിന്റെ കാർ തടഞ്ഞ് സ്വീകരണം നൽകുന്നുണ്ടായിരുന്നു. രാജീവ് ഗാന്ധിയും പുഞ്ചിരിച്ചുകൊണ്ടെല്ലാവരെയും അഭിവാദ്യം ചെയ്തു. അദ്ദേഹം അതീവ ക്ഷീണിതനായിരുന്നു. എങ്കിലും ആ പരിചിതമായ പുഞ്ചിരി അപ്പോഴും ആ മുഖത്തുണ്ടായിരുന്നു. അതേസമയം റാലി നടക്കുന്ന സ്ഥലത്ത് ശിവരാശൻ തന്റെ സ്ഥാനം ഉറപ്പിച്ചു കഴിഞ്ഞിരുന്നു. വേദിക്കരികിലായാണ് അവൻ നിന്നിരുന്നത്. ജനക്കൂട്ടത്തിലെ സ്ത്രീകൾക്കിടയിലായിരുന്നു ധനുവും ശുഭയും നിന്നിരുന്നത്. ഹരിബാബു തന്റെ ക്യാമറയുമായി തയ്യാറായി നിന്നു. ശിവരാശന്റെ സിഗ്നലിനായി അവൻ കാത്തുനിന്നു. അപ്പോഴാണ് വിചിത്രമായൊരു സംഭവം നടന്നത്. അവിടെ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന സബ് ഇൻസ്പെക്ടർ അനസൂയയുടെ കണ്ണുകൾ ധനുവിലുടക്കി. അവളുടെ നിൽപ്പ് കണ്ടെന്തോ പന്തികേട് തോന്നിയ അനസൂയ അടുത്തെത്തി ചോദിച്ചു, "നീ എന്തിനാണ് ഇവിടെ നിൽക്കുന്നത്?" ആ നിമിഷം ശിവരാശന്റെ ഹൃദയമിടിപ്പ് നിന്നിട്ടുണ്ടാകണം. അന്ന് അനസൂയ ധനുവിനെ ഒന്ന് പരിശോധിച്ചിരുന്നെങ്കിൽ ആ ബെൽറ്റ് ബോംബ് അന്ന് പിടിക്കപ്പെടുമായിരുന്നു. ഇന്ത്യയുടെ ചരിത്രം തന്നെ മാറുമായിരുന്നു. പക്ഷേ അപ്പോൾ മറ്റൊരു സ്ത്രീ ഇടപെട്ടു പറഞ്ഞു, "ഇവൾ എൻ്റെ മകളാണ്. രാജീവ്ജിക്കൊരു മാല നൽകാൻ വന്നതാണ്." അതോടെ അനസൂയ അവിടെ നിന്നും മാറി. മരണം വാതിൽക്കൽ വന്നൊരു വഴി കണ്ടെത്തി അകത്തു കയറിയതുപോലെയായിരുന്നു ആ നിമിഷം. രാത്രി 10:30. മൈതാനത്താരവം ഇരമ്പുന്നു. സൈറണുകൾ മുഴങ്ങി. രാജീവ് ഗാന്ധി എത്തിക്കഴിഞ്ഞു. കാറിൽ നിന്നിറങ്ങിയ അദ്ദേഹത്തെ ജനക്കൂട്ടം വളഞ്ഞു. സിന്ദാബാദ് വിളികളും പടക്കങ്ങളുടെ ശബ്ദവും കൊണ്ട് അന്തരീക്ഷം മുഖരിതമായി. യഥാർത്ഥ സ്ഫോടനം വരാനിരിക്കുന്നതേ ഉള്ളൂ എന്ന് ആ ശബ്ദകോലാഹലങ്ങൾക്കിടയിൽ ആരും തിരിച്ചറിഞ്ഞില്ല. രാജീവ് ഗാന്ധി സാവധാനം വേദിയിലേക്ക് നീങ്ങുകയായിരുന്നു. അദ്ദേഹം ഒരു ചുവന്ന പരവതാനിയിലൂടെയാണ് നടന്നിരുന്നത്. ആളുകൾ അദ്ദേഹത്തെ മാലയണിയിക്കുകയും ഷാളുകൾ വീശുകയും ചെയ്തു. ശിവരാശൻ ദൂരെ നിന്ന് ധനുവിന് ആ ദൗത്യം നടപ്പിലാക്കാനുള്ള സിഗ്നൽ നൽകി. രാത്രി 10:20. രാജീവ് ഗാന്ധി ചുവന്ന പരവതാനിയിലൂടെ നടന്ന് വേദിക്കടുത്തെത്തി. പുരുഷന്മാരുടെ നിര കഴിഞ്ഞ് അദ്ദേഹം സ്ത്രീകളുടെയും കുട്ടികളുടെയും അടുത്തേക്ക് നീങ്ങി. അവിടെ ഒരു കൊച്ചു പെൺകുട്ടി കോകില അദ്ദേഹത്തിന് വേണ്ടി ഒരു ഹിന്ദി കവിത ചൊല്ലാൻ തയ്യാറായി നിൽപ്പുണ്ടായിരുന്നു. രാജീവ് ഗാന്ധി അവിടെ നിന്നു. അങ്ങേയറ്റം വാത്സല്യത്തോടെ ആ കുട്ടിയുടെ കവിത അദ്ദേഹം കേട്ടു. അവളുടെ തലയിൽ തലോടി. തൻ്റെ ജീവിതത്തിൽ ഒരു കുഞ്ഞിനെ അദ്ദേഹം സ്നേഹത്തോടെ തലോടിയ അവസാന നിമിഷമായിരുന്നു അത്. അദ്ദേഹം പതുക്കെ മുന്നോട്ട് നീങ്ങി. പെട്ടെന്ന് കയ്യിൽ ചന്ദനമാലയുമായി ധനു അദ്ദേഹത്തിന് മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. അവിടെയുണ്ടായിരുന്ന ഒരു വനിതാ പോലീസ് കോൺസ്റ്റബിൾ അവളെ തടയാൻ ശ്രമിച്ചു. എന്നാൽ രാജീവ് ഗാന്ധി അവരെ വിലക്കി. അവൾ വരട്ടെ എന്നർത്ഥം വരുന്ന ആ വാക്കുകൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ അവസാന വാക്കുകളായി മാറി. താൻ മരണത്തെയാണ് മാടി വിളിക്കുന്നതെന്ന് ആ പാവം മനുഷ്യൻ അറിഞ്ഞില്ല. വെറുമൊരു സാധാരണ ആരാധികയെന്ന് കരുതി അദ്ദേഹം അവളെ അടുത്തേക്ക് ക്ഷണിച്ചു. ധനു മുന്നോട്ട് വന്ന്
ആ ചന്ദനമാല രാജീവ് ഗാന്ധിയുടെ കഴുത്തിൽ ചാർത്തി. തുടർന്ന് അദ്ദേഹത്തിന്റെ പാദം തൊട്ട് വന്ദിക്കാനെന്ന വണ്ണം അവൾ താഴേക്ക് കുനിഞ്ഞു. സമയം നിശ്ചലമായ നിമിഷം. അവളെ അനുഗ്രഹിക്കാനായി രാജീവ് ഗാന്ധി അല്പം മുന്നോട്ടാഞ്ഞു. ആ നിമിഷം ധനു തന്റെ ബെൽറ്റിലെ സ്വിച്ച് അമർത്തി. 1000 ഇടിമിന്നലുകൾ ഒരേ സമയം ഭൂമിയിൽ പതിച്ചതുപോലെ ഒരു പ്രകാശവും പിന്നാലെ കാതടയ്ക്കുന്ന ശബ്ദത്തോടുകൂടിയുള്ള സ്ഫോടനവും. രാത്രി 10:21 എല്ലാം അവസാനിച്ചു. ആ സ്ഫോടനത്തിന്റെ തീവ്രതയിൽ അടുത്തുകാത്തു നിന്നവരുടെ ശരീരങ്ങൾ ചിന്നിച്ചിതറി. കനത്ത പുകപടലം ആ പ്രദേശത്തെ മൂടി. മൈതാനം മുഴുവൻ ഇരുട്ടിലായി. കിലോമീറ്ററുകൾക്കപ്പുറം ആ സ്ഫോടന ശബ്ദം കേട്ടു. കുറച്ചു നിമിഷങ്ങൾ അവിടെ ഭയാനകമായൊരു നിശബ്ദതയായിരുന്നു. നിലവിളികളേക്കാൾ ഭയപ്പെടുത്തുന്ന നിശബ്ദത. തുടർന്ന് ആൾക്കൂട്ടം പരിഭ്രാന്തരായി ചിതറിയോടി. വെടിമരുന്നിന്റെയും കരിഞ്ഞ മാംസത്തിന്റെയും ഗന്ധം അവിടെയാകെ പടർന്നു. അതുവരെ ജനങ്ങളെ നിയന്ത്രിച്ചിരുന്ന പോലീസുകാർ പോലും എന്തു ചെയ്യണമെന്നറിയാതെ പകച്ചുനിന്നു. ആ സ്ഫോടനം ഒരു നേതാവിനെ മാത്രമല്ല കൊന്നത്, ഒരു രാജ്യത്തിന്റെ പ്രതീക്ഷകളെ കൂടിയാണ് തകർത്തു കളഞ്ഞത്. പുകയടങ്ങിയപ്പോൾ കണ്ട കാഴ്ച ഏതൊരു മനുഷ്യനെയും തളർത്തുന്നതായിരുന്നു. രക്തം പുരണ്ട ആ മണ്ണിൽ മനുഷ്യ ശരീരത്തിന്റെ അവശിഷ്ടങ്ങൾ ചിതറിക്കിടന്നു. ആ കൂട്ടത്തിൽ ഒരു മുഖമുണ്ടായിരുന്നു. ഇന്ത്യയുടെ പ്രിയപ്പെട്ട നേതാവിന്റെ മുഖം. രാജീവ് ഗാന്ധിയുടെ ശരീരം തിരിച്ചറിയാൻ കഴിയാത്ത വിധം വികൃതമായി കഴിഞ്ഞിരുന്നു. അദ്ദേഹം സ്ഥിരമായി ധരിക്കാറുള്ള ലോട്ടോ ബ്രാൻഡ് സ്പോർട്സ് ഷൂസും വസ്ത്രത്തിന്റെ അവശിഷ്ടങ്ങളും മാത്രമാണ് ആ ശരീരം അദ്ദേഹത്തിൻ്റെതാണെന്ന് തിരിച്ചറിയാൻ സഹായിച്ചത്. ആ ചിരിക്കുന്ന മുഖം വെറുമൊരു മാംസപിണ്ഡമായി മാറിയിരുന്നു. രാജീവ് ഗാന്ധിയും സുരക്ഷാ ഉദ്യോഗസ്ഥരും ഉൾപ്പെടെ 16 ജീവനുകളാണ് ആ രാത്രിയിൽ ശ്രീപെരുമ്പത്തൂരിലെ മണ്ണിൽ പൊലിഞ്ഞത്. സ്ഫോടനത്തിന്റെ പ്രഭവകേന്ദ്രമായിരുന്ന ധനുവിന്റെ തലയും ഉടലിന്റെ ഒരു ചെറിയ ഭാഗവും മാത്രമാണ് ബാക്കിയായത്. ബാക്കി ശരീരഭാഗങ്ങൾ അന്തരീക്ഷത്തിൽ അലിഞ്ഞുപോയിരുന്നു. ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ഏറ്റവും വലിയ സുരക്ഷാ വീഴ്ചകളിലൊന്നായി ആ രാത്രി ഇന്നും ചരിത്രത്തിൽ അവശേഷിക്കുന്നു. രാജ്യം മുഴുവൻ ദുഃഖതരംഗം അലയടിച്ചു. രാജീവ് ഗാന്ധി ഇനിയില്ല എന്ന് വിശ്വസിക്കാൻ ആർക്കും കഴിഞ്ഞില്ല. എന്നാൽ അപ്പോൾ ഉയർന്ന ചോദ്യം ഇതായിരുന്നു: ആരാണിത് ചെയ്തത്? പോലീസും അന്വേഷണ ഏജൻസികളും ഉടൻ തന്നെ രംഗത്തിറങ്ങി. ഡോക്ടർ കാർത്തികേയന്റെ നേതൃത്വത്തിൽ ഒരു CBI പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചു. ഇന്ത്യൻ ചരിത്രത്തിലെ തന്നെ ഏറ്റവും കഠിനമായ അന്വേഷണമായിരിക്കാൻ പോകുകയായിരുന്നു ഇത്. കാരണം കൊലയാളി യാതൊരു തെളിവുകളും അവശേഷിപ്പിച്ചിരുന്നില്ല. എന്നാൽ കുറ്റവാളി എത്ര തന്ത്രശാലിയാണെങ്കിലും അയാൾ ഒരു പിഴവ് വരുത്തുമെന്ന് പറയാറുണ്ട്. ഇവിടെ ആ പിഴവ് ഒരു ക്യാമറയായിരുന്നു. ഫോറൻസിക് വിദഗ്ധർ കുറ്റകൃത്യം നടന്ന സ്ഥലം പരിശോധിക്കുമ്പോൾ ഒരു മൃതദേഹത്തിന് സമീപത്ത് നിന്ന് അവർക്കൊരു ക്യാമറ ലഭിച്ചു. ഈ മൃതദേഹം ഹരിബാബുവിൻ്റെതായിരുന്നു. സ്ഫോടനത്തിൽ താനും പെട്ടുപോകുമെന്ന് ഹരിബാബുവിന് പോലും ഒരു ധാരണയും ഉണ്ടായിരുന്നില്ല. സ്ഫോടനത്തിന്റെ ആഘാതത്തിൽ ക്യാമറ കത്തിപ്പോയിരുന്നുവെങ്കിലും അതിനുള്ളിലുണ്ടായിരുന്ന ഫിലിം റോൾ നശിക്കാതെ അവശേഷിച്ചു. ഇതൊരത്ഭുതത്തിൽ കുറഞ്ഞൊന്നുമായിരുന്നില്ല. അന്വേഷണ സംഘം ആ ഫിലിം ഡെവലപ്പ് ചെയ്തെടുത്തു. അതിലെ ചിത്രങ്ങൾ തെളിഞ്ഞു വന്നതോടെ ഗൂഢാലോചനയുടെ മുഴുവൻ ചിത്രവും അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് വ്യക്തമായി. ആ ചിത്രങ്ങളിൽ ധനുവിനെ വ്യക്തമായി കാണാമായിരുന്നു. അതിൽ അവളുടെ കൈകളിൽ ഒരു മാലയുണ്ടായിരുന്നു. ശിവരാസൻ ജനക്കൂട്ടത്തിനിടയിൽ നിൽക്കുന്നതും കാണാമായിരുന്നു. അവന്റെ നെറ്റിയിലെ വിയർപ്പുതുള്ളികൾ അവൻ എത്രത്തോളം പിരിമുറുക്കത്തിലായിരുന്നുവെന്ന് വ്യക്തമാക്കുന്നുണ്ടായിരുന്നു. എന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ട ഫോട്ടോ രാജീവ് ഗാന്ധിയുടെ പാദങ്ങളിൽ തൊടാനായി ധനു കുനിയുന്നതായിരുന്നു. കൊലയാളി തന്നെ സ്വന്തം കുറ്റകൃത്യം ഫോട്ടോയിൽ പകർത്തിയ ലോകത്തിലെ ആദ്യത്തെ കേസായിരുന്നു ഇത്. ഹരിബാബുവിന്റെ ഫോട്ടോഗ്രാഫുകൾ ഈ കേസിലെ ഏറ്റവും നിർണായകമായ തെളിവുകളായി മാറി. ഈ ചിത്രങ്ങളിലൂടെ അന്വേഷണ സംഘം ഓരോരോ കണ്ണികളെ തമ്മിൽ ബന്ധിപ്പിക്കാൻ തുടങ്ങി. അവസാനം ഈ കുറ്റകൃത്യത്തിന് പിന്നിൽ LTTE ആണെന്ന് അവർ കണ്ടെത്തി. ശ്രീപെരുമ്പത്തൂരിലെ ആ കറുത്ത രാത്രിക്ക് ശേഷം ഇന്ത്യ കണ്ട ഏറ്റവും വലിയ മനുഷ്യവേട്ടയ്ക്കാണ് രാജ്യം സാക്ഷ്യം വഹിച്ചത്. സൂത്രധാരനായ ശിവരശനെയും കൂട്ടാളികളെയും കണ്ടെത്താൻ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം വലവിരിച്ചു. രാജ്യമൊട്ടാകെ അവരുടെ പോസ്റ്ററുകൾ പതിപ്പിച്ചു. ഒരു ഓട്ടോറിക്ഷയിൽ ചെന്നൈയിലെത്തിയ ശിവരശൻ അവിടെ നിന്ന് ബംഗളൂരുവിലേക്ക് കടന്നു. തൻ്റെ മാതൃരാജ്യമായ ശ്രീലങ്കയിലേക്ക് രക്ഷപ്പെടാൻ തീരുമാനിച്ചു. എന്നാൽ സമുദ്രപാത മുഴുവൻ ഇന്ത്യൻ നാവികസേനയുടെ കർശന നിരീക്ഷണത്തിലായിരുന്നു. അവൻ ഒളിത്താവളങ്ങൾ മാറിക്കൊണ്ടിരുന്നു. പോലീസ് ഓരോ തവണയും അവന് തൊട്ടു പിന്നാലെ എത്തിയെങ്കിലും നൂലിഴ വ്യത്യാസത്തിൽ അവൻ രക്ഷപ്പെട്ടുകൊണ്ടിരുന്നു. 1991 ഓഗസ്റ്റ്. ആ ഭീകര സ്ഫോടനം നടന്നിട്ട് 3 മാസം പിന്നിട്ടിരിക്കുന്നു.
ഒടുവിൽ ബംഗളൂരുവിലെ കോണനകുണ്ടെ പ്രദേശത്തുള്ള ഒരു വീട്ടിൽ ശിവരശനും സംഘവും ഒളിച്ചിരിക്കുന്നുണ്ടെന്ന കൃത്യമായ വിവരം പോലീസിന് ലഭിച്ചു. നിമിഷനേരം കൊണ്ട് കമാൻഡോകൾ ആ പ്രദേശം വളഞ്ഞു. അതൊരു സാധാരണ ജനവാസ കേന്ദ്രമായതുകൊണ്ട് തന്നെ ഒരു രക്തച്ചൊരിച്ചിൽ ഒഴിവാക്കാൻ പോലീസ് ശ്രമിച്ചു. എന്നാൽ കളി അവസാനിച്ചുവെന്ന് ശിവരശൻ തിരിച്ചറിഞ്ഞു. LTTE പോരാളികൾക്ക് ഒരു പ്രതിജ്ഞയുണ്ടായിരുന്നു: ശത്രുവിൻ്റെ കൈകളാൽ ജീവനോടെ പിടിക്കപ്പെടില്ല. അതിനായി അവർ കഴുത്തിൽ സയനൈഡ് ഗുളികകൾ അടങ്ങിയ കുപ്പികൾ എപ്പോഴും കരുതാറുണ്ടായിരുന്നു. പോലീസ് ഉച്ചഭാഷിണിയിലൂടെ കീഴടങ്ങാൻ ആവശ്യപ്പെട്ടു. എന്നാൽ അകത്തുനിന്നും ശ്വാസമടക്കിയ നിശബ്ദത മാത്രം. കമാൻഡോകൾ വാതിൽ തകർത്തകത്ത് കയറാൻ ശ്രമിച്ചതോടെ വെടിയൊച്ചകൾ മുഴങ്ങി. പുകപടലങ്ങൾക്കിടയിലൂടെ അകത്തു പ്രവേശിച്ച കമാൻഡോകൾ കണ്ടത് 7 മൃതദേഹങ്ങളാണ്. ശിവരാശൻ തൻ്റെ കൈത്തോക്കെടുത്ത് സ്വന്തം നെറ്റിയിലേക്ക് വെടിയുതിർത്തിരുന്നു. വലം കണ്ണിൽ വെടിയേറ്റ് ആ തലയുടെ പകുതി ഭാഗം തകർന്നിരുന്നു. ചാവേറായ ധനുവിനൊപ്പം തണലായി നിന്ന ശുഭയും മറ്റുള്ളവരും സയനൈഡ് കഴിച്ച് വായിൽ നിന്ന് നുരയും പതയും വന്ന നിലയിൽ മരണത്തിന് കീഴടങ്ങിയിരുന്നു. രാജീവ് ഗാന്ധി വധക്കേസിലെ പ്രധാനികൾ ഇല്ലാതായെങ്കിലും ആ ഗൂഢാലോചന ഉയർത്തിയ ചോദ്യങ്ങൾ ഇന്നും ബാക്കിയാണ്. പിന്നീട് നടന്ന വിചാരണയിൽ കോടതി 26 പേർക്ക് വധശിക്ഷ വിധിച്ചു. എന്നാൽ കാലക്രമേണ പലരുടെയും ശിക്ഷ ഇളവ് ചെയ്യപ്പെട്ടു. ധനുവിനും സംഘത്തിനും അഭയം നൽകിയ നളിനിയുടെ വധശിക്ഷ സോണിയാഗാന്ധിയുടെ ഇടപെടലിനെ തുടർന്ന് ജീവപര്യന്തമായി കുറച്ചു. ഒരുപക്ഷെ അന്ന് ആ വിമാനം വൈകിയിരുന്നെങ്കിൽ, അല്ലെങ്കിൽ സുരക്ഷാ ഉദ്യോഗസ്ഥർ ആ പെൺകുട്ടിയെ തടഞ്ഞിരുന്നെങ്കിൽ, ഇന്ത്യയുടെ ചരിത്രം മറ്റൊന്നാകുമായിരുന്നു. പക്ഷേ വിധി നേരത്തെ കുറിക്കപ്പെട്ടിരുന്നു. ആ ലോട്ടോ ഷൂസുകളും അവസാനത്തെ ആ കപടമില്ലാത്ത പുഞ്ചിരിയും ആ ഭീകരമായ സ്ഫോടനവും ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ നികത്താനാവാത്ത ശൂന്യതയായി ഇന്നും നിലനിൽക്കുന്നു. ഒരു യുഗത്തിൻ്റെ അന്ത്യം കുറിച്ച ആ രാത്രി ചരിത്രത്തിലെ ഏറ്റവും കറുത്ത അധ്യായമായി ഇന്നും ഓർമ്മിക്കപ്പെടുന്നു.